എന്താ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവോക്കാഡോ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കും. പക്ഷെ ഇതൊരു വെറൈറ്റി പുഡിംഗ് ആണ്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറുള്ള ഒരു വെറൈറ്റി പുഡിംഗ്. അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്. സ്കിപ്പ് ചെയ്യാതെ ഇത് പഴുത്ത അവോക്കാഡോ. ഇതിന് ഞാൻ ജസ്റ്റ് സെന്ററിൽ നിന്ന് ഇങ്ങനെ കത്തിയോണ്ട് ഒന്ന് മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വലിയൊരു കായുണ്ട്, കുരു, അത് കളഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടി എടുക്കുകയാണ്. ഇതിനുള്ളിൽ കറുപ്പ് ഭാഗം ഉണ്ടാവും. കറുപ്പ് ഭാഗം ഞാൻ എടുക്കുന്നില്ല, ഒരു അധികം പഴുത്ത ഭാഗമാണ്. അപ്പൊ അതിനൊരു ചവർപ്പ് ഉണ്ടാവും, ചവർപ്പ് കൂടും. അപ്പൊ അതിങ്ങനെ ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ട് അമ്മന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. ഇത് അവോക്കാഡോ പഴുത്തു എന്ന് എങ്ങനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറുപ്പ് പാടില്ല അങ്ങോട്ട് കളയുക. പഴുത്തു എന്ന് എങ്ങനെ അറിയാന്ന് വെച്ചാൽ ഇതിങ്ങനെ പുറമെ നമ്മൾ കൈ കൊണ്ട് നീക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെങ്ങും. വല്ലാണ്ട് പഴുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ബ്രൗൺ കളറായി വരികയും ചെയ്യും. അപ്പൊ ഇതുപോലെ തോണ്ടി എടുത്തിട്ട് അത് പ്ലേറ്റിലേക്ക് വെക്കുക. ഇതേപോലെ ഈ ഒരു ഭാഗം ഉണ്ട് കറുപ്പ്, അത് ഉപയോഗിക്കുന്നില്ല, ഞാൻ വേസ്റ്റിലേക്ക് കളയാൻ പോവാണ്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി അവിടെ വെക്കുക. ഇനി നമ്മൾ പാല് മൊത്തം ഞാൻ 1 ലിറ്ററിന്റെ ഉപയോഗിക്കുന്നത്. ഏകദേശം ഇതിപ്പോ 500 750 ഇതൊരു 125 മില്ലിയും കൂടി ഉണ്ട്. അപ്പൊ ഇത് ഞാനവിടെ മാറ്റി വെക്കുന്നത്. ഇന്ന് 1 കപ്പ് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കയ്യിൽ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. മധുരം നമുക്ക് നിങ്ങൾ സൗകര്യം പോലെ ഇടാം. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് അവിടെ വെക്കും. ഇത് നമുക്ക് പിന്നെ ചൂടാക്കണം. ചൂടാക്കുന്ന സമയമാകുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഇതിന്നൊരു കപ്പ് ഞാനിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് നട്ട്സ്, കുറച്ച് നിലക്കടലയും കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് ഇതിലുള്ളത്. 10 ഗ്രാമിന്റെ ചൈന ഗ്രാസ് ആണ്, ബേക്കേഴ്സ് എന്ന കമ്പനീന്റെ. ഇത് നമ്മൾ മൊത്തം ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ ലൈറ്റ് ആയിട്ട് ഉണ്ടാകുക. അപ്പൊ ഇതിനുള്ള ഈ കവർ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം കണ്ടു. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും, അതും പൊട്ടിക്കുക. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു നൈസ് ഷീറ്റ് പോലെ ആയിരിക്കും ഈ ഇതുണ്ടാവുക, ചൈന ഗ്രാസ്. അപ്പൊ അതിനത് മൊത്തം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ച് ഒരു ബൗളിലേക്ക് ഇടുകയാണ്. ഇത് നമുക്കൊന്ന് കഴുകണം. കഴുകിയിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ഇത് ഇതേപോലെ ഒരു 125 മില്ലി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതൊന്ന് ഉരുക്കണം നമുക്ക്. ഇപ്പൊ അതങ്ങനെ ഞാൻ കഴുകി വെക്കുന്നുണ്ട്. നല്ലോണം അങ്ങോട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ ചൂടാക്കുന്ന ആ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. നല്ലോണം കൈകൊണ്ടൊന്ന് പിഴിഞ്ഞിട്ട് വേണം അതെടുക്കാൻ. ഇതില് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാൻ ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിലാണ് ഏറ്റവും ഉത്തമം ഇത് ചെയ്യാനുള്ളത്. ബാക്കി അത് അരിപ്പയിൽ ഉറ്റിയിട്ട് ബാക്കി കൂടി എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം 10 ഗ്രാമാണുള്ളത്. ഇതാണ് 125 മില്ലി വെള്ളമാണ് ഇത്. അതിന് ചൂടാക്കണം നമുക്ക്. ഇതാണ് അവോക്കാഡോ. ഇതൊരു അവോക്കാഡോ ഞാൻ മിക്സിന്റെ ജാറിലിട്ടിട്ട് നേരത്തെ എടുത്ത 1 ലിറ്റർ പാലിൽ നിന്നും ഒരു 250 മില്ലി പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ജ്യൂസ് അടിക്കുന്ന പോലെ അടിച്ച് ഇതിൽ കട്ടൊന്നുണ്ടാവുന്ന ശ്രദ്ധിക്കണം, കട്ടൊന്നില്ലാത്ത ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നമുക്ക് ഇത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് മധുരം നോക്കുക. എന്നിട്ട് ഒന്ന് ചൂടാക്കുക, നല്ലോണം ഒന്ന് തിളപ്പിക്കുന്ന മോഡലാക്കുക. ഈ സമയത്ത് മറ്റേ അടുപ്പിൽ നമുക്ക് തിളപ്പിക്കാൻ വെക്കുക. ഇത് ചൈന ഗ്രാസ് ഇങ്ങനെ ഒന്ന് ചൂടിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് കംപ്ലീറ്റ് ഇങ്ങോട്ട് ഉരുകി വരും. ഉരുകിയിട്ട് കോൺഫ്ലവർ ഉരുക്കുന്ന അതേപോലെ തന്നെ, പക്ഷെ അത്രയധികം പെട്ടെന്ന് കട്ടാവില്ല. ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ഹാർഡ് ആവുക. ഇതുപോലെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതേപോലെ അതിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പാലും അവിടെ ചൂടാക്കി വെക്കുക. പാലും അവോക്കാഡോ മിക്സ് ചെയ്തത് ഇനി അത് ഇതിലേക്ക് ഒഴിക്കണം നമുക്ക്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഹൈ ചൂടിൽ വെക്കുക. അപ്പൊ ഇതിങ്ങനെ തിളച്ചു വരും, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. തിളച്ചു വരുന്ന സമയത്ത് അത് നമുക്ക് ഓഫ് ചെയ്യണം. ഈ ഒരു ലെവലായിരിക്കുന്ന അപ്പം ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസിന്റെ അതിൽ ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത് പെട്ടെന്ന് കട്ടിയാവുള്ളൂ, തണുത്ത് കഴിഞ്ഞ ശേഷം കട്ടിയാവുള്ളൂ. അപ്പൊ കുറച്ച് നട്ട്സും അതും ഇതിലിടുന്നുണ്ട്. അതിന് മൊത്തം ഒഴിച്ചിട്ട് ഇട്ടാലും മതി. ഇപ്പം ജസ്റ്റ് ഒന്ന് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നിങ്ങനെ തണുത്ത് വരും. ഒന്ന് റെഡിയാക്കി വെക്കുക. ടോപ്പൊക്കെ ഒന്ന് ആ കുമിളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇപ്പൊ ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇട്ടുണ്ടെങ്കിൽ താഴേക്ക് പോവാത്ത ആ ഒരു രൂപത്തിലെത്തുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ കംപ്ലീറ്റ് നട്ട്സും പിന്നെ ഇതൊക്കെ അടിഞ്ഞ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഇടാം. നിലക്കടല ഇട്ടിട്ടുള്ളത്, വാൾനട്ട് ഉണ്ടെങ്കിൽ അത് ഇടാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ നമ്മൾ താഴെ വെക്കണം. ഒരു 4-5 മണിക്കൂർ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്ത് വരും. അപ്പൊ എന്നിട്ട് കട്ടയായിക്കോളും. ഇതിന്
മുകളിൽ ഇങ്ങനെ കംപ്ലീറ്റ് വെക്കുക. ഇതിന് ചെറിയൊരു ചവർപ്പുണ്ടാവും ചില അവോക്കാഡോക്ക്. അത് എല്ലാ അവോക്കാഡോക്കല്ല, ചില അവോക്കാഡോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ തണുത്ത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ രാവിലെ വെച്ചാണ്, ഉച്ചയാകുമ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനെ കട്ട് ചെയ്യണേ. അവോക്കാഡോക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ചിലതിന് ചെറിയൊരു ചവർപ്പുണ്ടാവും. ഇത് അവോക്കാഡോക്ക് സ്ഥിരമായിട്ടുള്ള തന്നെയാണത്. ഇതേപോലെ കട്ട് ചെയ്യുന്നത്. അത് മൊത്തം 16 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. സൈഡൊക്കെ ഒന്ന് ഇളക്കി വെക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ സൗകര്യം പോലെ ചെയ്യുക. അളവ് കൃത്യമായിരിക്കണം, ഞാൻ പറഞ്ഞ അളവും കാര്യങ്ങളൊക്കെ. ഇനി ഒരു ടേബിൾ സ്പൂണിന്റെ സൈഡ് കൊണ്ട് ഒന്നും ഇട്ട് തോണ്ടിയെടുക്കുക. നല്ല ഹാർഡായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു പാത്രത്തിലേക്ക് വെക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ഇതുപോലെ ഇനി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ കഴിക്കുക. അടിപൊളി സംഭവമാണ്. ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങളുടെ സൗകര്യം പോലെ കാണാൻ യാത്രകളും ഉണ്ട്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.